അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പനൂസ് രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്കൂൾക്ക് കിഴങ്ങ് പൊരി വേണമെന്ന്. അപ്പോൾ അതൊന്നും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് കിഴങ്ങൊക്കെ ഈ ഒരു സാധനം കൊണ്ടാട്ടോ തൊലി കളയാൻ എളുപ്പം. അപ്പോൾ അത് പാത്രം കഴുകണതിൻ്റെ മുന്നേ തന്നെ അതാണ് തൊലി കളഞ്ഞ് വെക്കുമായിരുന്നു. ചായക്കുടി കഴിഞ്ഞപ്പോഴേക്കും കുറേ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോസ് ആട്ടത്. അപ്പോൾ അതാ കബോർഡൊക്കെ ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും നമ്മൾ നാളെ എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ ഓരോ ജോലികൾ മാറ്റി വെക്കണമെങ്കിൽ നമുക്കൊന്നും കഴിയില്ല. അപ്പോൾ പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തന്നെ എല്ലാ ജോലിയൊന്നും നമുക്ക് സാധാരണ ചെയ്യുന്ന ജോലിയല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ കുറേശ്ശെ ചെയ്യട്ടോ. അപ്പം ഞാനിതാ ഇനി ഓരോ കബോർഡ് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു 3 കബോർഡിലുള്ള കുപ്പികളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിവസം നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് ഡീപ്പായിട്ടുള്ള ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ കുപ്പികളും നമ്മൾ ദിവസം നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ ദിവസം ഒന്ന് തോത്തി കൊടുക്കുക. നമ്മൾ സാധാരണ രാവിലെ എല്ലാതും ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ, ഗ്യാസ് അടുപ്പും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുപ്പികളൊക്കെ ഒന്ന് പുറമേ ഒന്ന് തോത്തി കൊടുക്കുക. നല്ലൊരു തുണി കൊണ്ട്, നനഞ്ഞൊരു തുണി കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്ന് ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ കുപ്പികളെല്ലാം നല്ല വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ടോ. പക്ഷേ ഇതൊക്കെ പഴയ കുപ്പികളായതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരുപോലത്തെ കുപ്പികളും അങ്ങനെയൊക്കെ വെക്കുന്നവരൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. പിന്നെ ഇതാ അങ്ങനെ കബോർഡൊക്കെ നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ 3 കബോർഡും ഉരച്ചാണ്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ തോത്തിയെടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുപ്പികളെല്ലാം ഒന്ന് തോത്തിയെടുത്തിട്ട് ഈ ഒരു കബോർഡിൽ സെറ്റാക്കി വെക്കാം. നമ്മൾ കാണാത്ത പല സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. നമ്മൾ ദിവസം തോത്തിയാലും ഇതുപോലെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിന് ചെയ്താലേ നമുക്ക് എല്ലാതും ഒന്ന് ക്ലീൻ ആക്കാനും എല്ലാ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതാ കുപ്പികളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മല്ലിപ്പൊടി അതുപോലെ പുളി ഒക്കെ കുപ്പിയിലാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന വീഡിയോ കൂടി ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ അതാ നമ്മുടെ ഉപ്പും കുപ്പി ഇതാ കാര്യമായി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരക്കിട്ട ജോലിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ. നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ കുപ്പിയിലേക്ക് ഇടാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളും അതുപോലെ ഭയങ്കര തിരക്കിട്ട ജോലിയുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് മക്കളില്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും തിരക്കിട്ട ജോലി തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉലുവക്കുപ്പിയും കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു. അതിലേക്കും ഉലുവയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴം കൊലമ്മ ആകെ 4-5 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊലയൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പഴം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പുളിക്കുള്ള കുപ്പിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിയേയും കൂടി ഈ ഒരു കുപ്പിയിലാക്കി എടുക്കണം. നമ്മൾ തിരയുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കുപ്പിയിൽ നിന്ന് വേഗം എടുക്കാം. അതുപോലെ തന്നെ പുളീൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചമ്മന്തിക്കും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ കുരു കളഞ്ഞാണല്ലോ നമുക്ക് ആവശ്യം ഉണ്ടാവുക. അല്ലാതെ പുളിവെള്ളത്തിനൊന്നും നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി ചമ്മന്തിക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞ് കുറച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാകും. ഇതുപോലുള്ള കുപ്പി ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ, ഓയിൽ, അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ നമുക്ക് ഒഴിച്ച് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ എടുക്കാനും. അതിൻ്റെ മുകളിലൊരു മൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ എടുക്കാനും അധികമായിട്ട് തന്നെ വരുമൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള കുപ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അടുക്കളയിൽ. പിന്നെ എന്താ ഒരു മാക്സി ചവിട്ടി അടിക്കാനായിട്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ജോലികളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഭയങ്കര തിരക്കിട്ട ജോലികൾ തന്നെയാണ്. പിന്നെ അതുപോലെ അമൃതപ്പൊടി കൊടുന്ന് വെച്ചിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ മക്കളും എല്ലാവരും കഴിക്കുണ്ടോ, അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും. പിന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് മടിയേക്കാരം വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കും. അമൃതപ്പൊടി അവിടെ ഡേറ്റ് കഴിഞ്ഞ് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമൃതപ്പൊടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം വറുത്തതിന് ശേഷമാണ് അമൃതപ്പൊടി വറുത്തെടുക്കുന്നത്. കുറഞ്ഞ തീയിൽ വേണം കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കും വേണം. ഞാൻ അങ്ങനെ കുറച്ച് നേരം അതും ചെയ്തു. ഭയങ്കര ജോലികളുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു അന്ന്.
പക്ഷേ ഇങ്ങനെ ടാസ്ക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാത്ത കുറച്ച് ജോലികൾ തന്നെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ജോലികൾ തന്നെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്യാതെ അവിടെ കിടക്കും. അമൃതം പൊടിയൊക്കെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ അമൃതം പൊടിയും തേങ്ങയൊക്കെ വറുത്ത് ഒന്നാക്കിയാണ് തന്നെ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മല്ലിയില നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മല്ലിയിലേക്ക് ആവി കിടക്കാത്ത പാത്രത്തിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതാ ആവി കിടക്കാത്ത പാത്രത്തിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ, കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടും.